ഹലോ, അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചെമ്മീൻ കൊണ്ട് എങ്ങനെ കടായി ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇന്നലെ രാത്രി കൊണ്ടുവന്ന ചെമ്മീനായതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് ഐസായതായിരുന്നു. അതുകൊണ്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അതിൻ്റെ തല ഒഴിവാക്കി തോല് പൊളിച്ചിട്ട് അതിൻ്റെ നൂലെടുത്ത് കളയണം. അങ്ങനെ ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. കുഞ്ഞു ചെമ്മീനായതുകൊണ്ട് അത് നന്നാക്കിയെടുക്കുക എന്നുള്ളത് അത്ര ഈസിയൊന്നുമല്ലായിരുന്നു. കുറച്ച് സമയം ഞാൻ അതിന്മേൽ ഇരുന്നിട്ടുണ്ട്. അങ്ങനെയെല്ലാം തൊലി പൊളിച്ച് കഴുകി വൃത്തിയാക്കി ഇനി അതിൽ സ്വല്പം ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ കൂട്ടിക്കുഴച്ച് നല്ലവണ്ണം മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം വെക്കുക. പാൻ എടുത്ത് അതിൽ എണ്ണ ഒഴിച്ച് നല്ലവണ്ണം ചൂടാക്കുക. എണ്ണ ചൂടായതിന് ശേഷം ചെമ്മീനെടുത്ത് അതിലേക്കിടുക. നല്ലവണ്ണം മൊരിയേണ്ട, കാരണം കടായി ആക്കാനായതുകൊണ്ട് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കുറച്ച് സമയമൊക്കെ ഫ്രൈ ആക്കി എടുക്കുക. ഏകദേശം ഫ്രൈ ആയതിന് ശേഷം നമുക്കത് പാനിൽ നിന്ന് മാറ്റാം. കുറച്ച് സവാള, പച്ചമുളക്, കറിവേപ്പില എന്നിവ എടുത്ത് വഴറ്റാം. ഇതിനിടയിൽ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാം. കുറച്ച് കുരുമുളക് പൊടിയും വേണം. ചെമ്മീൻ കോരി മാറ്റിയ എണ്ണയിലേക്ക് തന്നെ നമുക്ക് സവാള, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഇട്ട് വഴറ്റാം. കുറച്ച് വഴണ്ടതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നീട് തക്കാളിയും ഇട്ട് കൊടുക്കാം. തക്കാളിയും കുറച്ച് വെന്തതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി എന്നിവ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും പാർന്ന് നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് ചെമ്മീനും ഇട്ട് നന്നായി വേവിച്ചെടുക്കാം. ആദ്യം ചെമ്മീനിൽ മസാലകൾ മിക്സ് ചെയ്തത് കൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ് എന്നിവ ചേർത്തിട്ടാണ് നല്ലവണ്ണം വേവിച്ചെടുക്കേണ്ടത്. കുറച്ച് സമയം വേവിച്ചെടുക്കണം, എന്നാലേ എല്ലാ മസാലക്കൂട്ടും അതിലേക്ക് ചേരുകയുള്ളൂ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഞാൻ ടൊമാറ്റോ പേസ്റ്റും ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായി വറ്റിച്ചെടുത്ത് കടായി പോലെയാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കി. ടൊമാറ്റോ പേസ്റ്റ് കുറച്ചുകൂടി ആഡ് ചെയ്തു. നന്നായി ഇളക്കി മറിച്ച് കുറച്ച് സമയം ചൂടാറാൻ വെച്ചു. എന്നിട്ട് കുട്ടികൾക്ക് കൊടുത്തു. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇതൊന്ന് ട്രൈ ചെയ്യണേ. ഞങ്ങൾ കഴിച്ചു നോക്കി, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി.